പ്രധാന വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ദേവി ചന്ദന. സംസ്ഥാനത്ത് സാൽമണലോസിസ് പ്രതിസന്ധി രൂക്ഷം. ഇതേ തുടർന്ന് സംസ്ഥാനത്തെ കോഴി ഫാമുകൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സംഭവ സ്ഥലത്ത് നിന്നും നമ്മുടെ റിപ്പോർട്ടർ അലക്സ് ചേരുന്നു. ഹലോ അലക്സ്. ദേവിചന്ദ്രൻ കേൾക്കുന്നുണ്ട്. നമുക്കിപ്പോ ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ മുട്ടത്തെരുവ് മുഴുവൻ വിജനമാണ്. എല്ലാ മനുഷ്യരും ആശങ്കയിലാണ്. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോ മുട്ട വ്യാപാരി ജൊനാഥ് ആന്റണി ചേരുന്നുണ്ട്. ജൊനാഥ് ആന്റണി, നിങ്ങൾക്ക് ഞങ്ങളോട് എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? വളരെ പ്രതിസന്ധികരമായിട്ടുള്ള ഘട്ടത്തിലൂടെയാണ് നമ്മുടെ വ്യാപാരികൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഈ ഒരു അസുഖത്തെ പറ്റി പരിഭ്രാന്തരായതുകൊണ്ട് മുട്ട വാങ്ങിക്കാനാരും വരുന്നില്ല എന്നത് മാത്രമല്ല, ഫാമുകളെല്ലാം ഓരോന്നോരോന്ന് അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് മുട്ട ഇങ്ങോട്ട് ലഭിക്കുന്നതുമില്ല. അപ്പോ ഞങ്ങൾ നമ്മുടെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരോട് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. ദേവിചന്ദ്ര, ജൊനാഥ് ആന്റണിയുടെ വാക്കുകളാണ് നമ്മളിപ്പോ കേട്ടത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ മനുഷ്യരും, എല്ലാ കർഷകരാണേലും വ്യാപാരികളാണേലും എല്ലാവരും ആശങ്കാജനകമായ സ്ഥിതിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു അലക്സ്. സംസ്ഥാനത്തെ കർഷകരെ മുഴുവൻ പ്രതിസന്ധിയിൽ ആഴ്ത്തുന്ന ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി നമ്മളോടൊപ്പം ചേരുന്നത് പ്രശസ്ത മൃഗചികിത്സാ വിദഗ്ധ ഡോക്ടർ സ്നേഹ ആണ്. ഡോക്ടർ, ഈ ഘട്ടത്തിൽ താങ്കൾക്ക് എന്തൊക്കെയാണ് ജനങ്ങളോട് പറയാനുള്ളത്? ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തെ പറ്റി ഞങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ സാമ്പിളുകളൊക്കെ കളക്ട് ചെയ്തു. അതിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സാൽമണല്ല എന്ന് പറയുന്ന ബാക്ടീരിയ കാരണമാണ് ഇപ്പോൾ ഈ ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുള്ളതെന്നാണ്. സാൽമണല്ല എന്ന് പറയുന്ന ബാക്ടീരിയ പക്ഷികളിലെ സാൽമണലോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഒരു ബാക്ടീരിയ നമ്മുടെ മുട്ട വഴി പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുകയാണ് ചെയ്യുന്നത്. പ്രധാനമായും മനുഷ്യരിലേക്ക് കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി, ഛർദിൽ, അതുപോലെ വയറിളക്കം പോലെയുള്ള രോഗലക്ഷണങ്ങളാണ്. ഇനി നമ്മൾ ഇതെങ്ങനെ പ്രതിരോധിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പക്ഷികളിലാണ് ഈ രോഗം ഉണ്ടാകുക എന്ന്. അപ്പോൾ പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്കുള്ള ആ ഒരു ട്രാൻസ്മിഷൻ നമ്മൾ പ്രിവെൻറ്റ് ചെയ്താലും മതിയാകും. അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്നാമതായിട്ടും മുട്ട നമ്മൾ കഴിക്കുമ്പോൾ മുട്ട കൃത്യമായിട്ട് വേവിച്ച് തന്നെ കഴിക്കുക. ഒരിക്കലും റോ ആയിട്ടുള്ള മുട്ടയോ അല്ലെങ്കിൽ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള എഗ് ഒരിക്കലും കൺസ്യൂം ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ബാക്ടീരിയ നമുക്ക് ചൂട് കൊടുക്കുന്നതിലൂടെ, അതായത് വേവിക്കുന്നതിലൂടെ നമുക്ക് ബാക്ടീരിയനെ ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു 5 ഡിഗ്രിയിലൊക്കെ നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിലും ഈ ബാക്ടീരിയനെ ഇല്ലാണ്ടാക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളത്. പിന്നെ ഒരു വഴിയെന്ന് പറയുന്നത് ഫുഡ് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴും ഫുഡ് കഴിച്ചതിന് ശേഷം ആയിരുന്നാലും നമ്മൾ കഴിക്കുന്നതിന് മുന്നേ ശേഷം കൈ അതുപോലെ ഉപയോഗിക്കുന്ന പാത്രം, ഗ്ലാസ് പോലുള്ള വസ്തുക്കളെ കൃത്യമായിട്ട് കഴുകിയതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും മുട്ട നമ്മൾ മേടിക്കുമ്പോൾ കൃത്യമായി നല്ല ഫാമുകളിൽ നിന്നും, അതായത് കൃത്യമായിട്ടുള്ള ഹൈജീനിക് പ്രാക്ടീസസ്, ക്ലീനിങ് മെഷേഴ്സ്, അതുപോലെ ബയോസെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഫാമുകളിൽ നിന്ന് മാത്രം നിങ്ങൾ മുട്ട കൺസ്യൂം ചെയ്യുക. അല്ലാത്ത ഫാമുകളിൽ നിന്ന് ഒരിക്കലും മുട്ട നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രാക്ടീസസിലൂടെ നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു രോഗം നമ്മളിന്ന് അകറ്റി നിർത്താനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മെഷേഴ്സ് എടുത്താൽ മാത്രം മതി. അല്ലാണ്ട് ഇവിടെ നമ്മളെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. വെറുതെ പാനിക്കാൻ വേണ്ട ഒരു ആവശ്യമില്ല. മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതിലേക്ക് ഒരിക്കലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. ജസ്റ്റ് നമ്മുടെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് മാത്രം എടുക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു അസുഖത്തിന് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് ജാഗ്രത മാത്രം മതി, ഭയത്തിൻ്റെ ഒരു ആവശ്യമില്ല.